നമസ്കാരം സർ. കാനഡയില് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. കുറച്ചു നാൾ മുന്നേ വരെ ഇന്ത്യക്ക് ഭയങ്കര ഒരു തലവേദന സൃഷ്ടിച്ചിരുന്നു. ഖലിസ്ഥാൻവാദികളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാനഡ ഒരു തലവേദന സൃഷ്ടിച്ചിരുന്നു. പക്ഷേ കാനഡയിലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യ കാനഡയ്ക്ക് ഒരു തലവേദനയാകുമോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. കാരണം കാനഡയുടെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കാനഡയിലെ തെരഞ്ഞെടുപ്പിന് ഇന്ത്യ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഇപ്പൊ ലോകത്തുടനീളം അങ്ങനെ ഇന്ത്യക്ക് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാണ് പല രാജ്യങ്ങളുടെയും വിലയിരുത്തൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ട്രംപ് മത്സരം വളരെ കടുത്തപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞില്ലേ, ഞാൻ ഹിന്ദു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നു, ഹിന്ദു രാഷ്ട്രത്തെ ഉൾക്കൊള്ളുന്നു, ഹിന്ദുത്വത്തെ ഉൾക്കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന ഇറക്കി. കാരണം വളരെ കർക്കശമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ ഏറ്റവും വലിയ മത്സര ബുദ്ധിയോട് നടന്ന തെരഞ്ഞെടുപ്പാണ്. ട്രംപ് ജയിക്കുമോ കമലാ ഹാരിസ് ജയിക്കും. അപ്പൊ അദ്ദേഹം ഏറ്റവും അവസാനം വളരെ പരസ്യമായിട്ട് പറഞ്ഞ ഒരു വാചകം ഇതാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇന്ത്യക്കാർ അത്രത്തോളം 30 ലക്ഷം 40 ലക്ഷം പേര് ഇന്ത്യക്കാരുണ്ട്. ആ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ വോട്ടിങ് മാത്രമല്ല, അവിടുത്തെ ഇക്കണോമിയെ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇന്ത്യൻസ് ഉണ്ട്. ഇപ്പൊ ലോകത്തുടനീളം അങ്ങനെയാണ്. പല രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുണ്ട്. ആ ഇന്ത്യക്കാരെ ആ രാജ്യത്തെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ഉൾപ്പെടെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തരായിട്ടുള്ള ബിസിനസ്സുകാരും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അമേരിക്ക എന്തുകൊണ്ടാ ഇസ്രായേലിന്റെ ഭാഗത്ത്, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്ന? അമേരിക്കയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്ന ജൂതന്മാരാ, അതറിയാം. അവരുടെ എക്കണോമിയുടെ ഏതാണ്ട് 75% ഈ പറയുന്ന അമേരിക്കയിലുള്ള ജൂതന്മാരുടെ കയ്യിലാ. അതുകൊണ്ടാ, അല്ലാതെ അപ്പൂപ്പന്റെ മോനായിട്ടൊന്നും അല്ല. പേടിച്ച സംവിധാനം മൊത്തം അവരുടെ കയ്യിൽ ഇരിക്കുക, അവർ തിരുത്തും. അതുപോലെ ഇന്ത്യക്ക് അതുപോലെ ഇപ്പം ചോദിച്ചു നോക്കിയാൽ മതി. വിദേശത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ ചോദിച്ചു, പണ്ട് നമ്മൾ അമേരിക്കക്കാർ ഇന്ത്യ വന്നിട്ട് എന്ത് കാണിച്ചാലും അമേരിക്കക്കാരനാന്ന് പറയുമ്പോൾ അയ്യോ അമേരിക്കൻ പൗരനാ, പോലീസ് ഉൾപ്പെടെ അങ്ങ് സല്യൂട്ട് അടിക്കുക. കാരണം അമേരിക്കൻ പൗരന് എത്ര വിലയാ ലോകത്തോ. ഇപ്പൊ ഇന്ത്യക്കകത്ത് വെളിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് സംശയമുണ്ട്. ഇപ്പൊ നമ്മുടെ ടോക്ക് കഴിയുമ്പോൾ നമ്മുടെ കീഴിൽ വന്നിരുന്ന കുറെ ആൾക്കാരൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇയാളാവത്ത് ഈ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ചോദിക്കണേ, ഇന്ത്യയുടെ അല്ലെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അറേബ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഞാൻ ഇന്ത്യക്കാരനാണ്, കേസിന് പിടിച്ചാൽ തന്നെ ഇന്ത്യക്കാരനാന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന പരിഗണന എത്ര വലുതാണ്. കേസിന് പിടിച്ചാൽ കുഴപ്പക്കാരനാണെങ്കിൽ അകത്തിരിക്കും. പക്ഷെ അത് കൃത്യമായിട്ട് ഇവിടുത്തെ ബംഗാളിയെ തല്ലുന്ന പോലെ തല്ലത്തില്ല. പണ്ട് അങ്ങനെയായിരുന്നു. ബംഗാളിയെ തല്ലുന്ന പോലെ തല്ലും, ചവിട്ടിക്കൂട്ടി ഏതെങ്കിലും സ്റ്റേഷന്റെ മൂലയ്ക്കിടും. ഇപ്പൊ അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ട് പരിഗണനയുണ്ട്. കാരണം ആ പരിഗണനയും ആ വിലയും ഒക്കെ ഉണ്ടാക്കിക്കൊടുത്ത പ്രധാനമന്ത്രി എത്ര പറഞ്ഞാലും നരേന്ദ്രമോദിയാണ്. അതിനകത്ത് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. ഈ മാത്രമല്ല, ഇന്ത്യക്ക് അത്രയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ കാലത്ത് ലോകത്ത് ഉള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെ മാറ്റി നിർത്തി പോകാൻ പറ്റാത്ത ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് നമ്മുടെ ട്രൂഡോ, ഇപ്പൊ വെളിയിൽ നിൽക്കുന്ന ട്രൂഡോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഇവിടെ ജയശങ്കറിനെ ഒക്കെ ഈ ബൈഡൻ പറഞ്ഞനുസരിച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ നല്ല പോലെ ഭൂരിപക്ഷത്തിൽ നിന്ന് ട്രൂഡോ ഇപ്പൊ ഇവിടെ പോയി. ലിബറൽ പാർട്ടിയുടെ നേതാവായിരുന്നല്ലോ ട്രൂഡോ. ഏതാണ്ട് 19 വയസ്സേ ഉള്ളൂ. വളരെ ചെറുപ്പത്തിൽ വന്ന സമയത്ത് ലോകം പറഞ്ഞ ഇദ്ദേഹം ഇത്രയും ചെറുപ്പത്തിൽ അധികാരത്തിൽ വന്ന ആള് ലോകത്തിന്റെ നെറുകയിലെത്തുമെന്ന് ഇന്ത്യക്കെതിരെ പറഞ്ഞു തുടങ്ങിയ അന്ന് ട്രൂഡോയുടെ കഷ്ടകാലം തുടങ്ങി. ട്രൂഡോ രാഷ്ട്രീയ വിരമിക്കലിന് നിർബന്ധിതനായില്ലേ. ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എന്ന് പറയുന്ന സാധനമുണ്ട്. നേരത്തെ മൊസാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങള് ഇപ്പൊ ഇസ്രായേലുമായിട്ടൊരു രാജ്യം ഉടക്കി കഴിഞ്ഞാൽ ഇസ്രായേൽ ഉടനെ എടുത്തു വെച്ച് അടുത്തതിന് അവിടെ കയറി അവൻ ബോംബിട്ട് അടിച്ച് നശിപ്പിക്കും. മറ്റേ ഇന്ത്യയുമായിട്ട് ഉടക്കുന്ന രാജ്യങ്ങളെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മാലദ്വീപ് എന്തിയെ? മാലദ്വീപ് അയാളെന്ന് ഇപ്പൊ ഇരിക്കുന്ന പ്രസിഡന്റ് ഗെറ്റ് ഔട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ടീഷർട്ട് ഇട്ടോണ്ടാ അയാൾ ഇലക്ഷനെ നേരിട്ടത്. അറിയാം, അവിടുന്ന് പട്ടാളക്കാരെ ഇറക്കും, മറ്റിറക്കും എല്ലാം. അയാൾ അധികാരത്തിൽ വന്നു, അവിടെ പട്ടാളക്കാരെ ഇറക്കി. പിന്നെ ഇപ്പൊ ഇന്ത്യയുടെ എത്ര വട്ടം വന്നു നരേന്ദ്രമോദിയുടെ കാലെ പിടിക്കാൻ. ഇന്ത്യ ശ്രീലങ്ക നമ്മളെ കാച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വന്നല്ല. ശ്രീലങ്കയുടെ അവസ്ഥ എന്തുവായി? ഇപ്പൊ ശ്രീലങ്ക പ്രസിഡന്റ് പറയുന്നത് തന്നെ ഇന്ത്യയുടെ കാര്യം എന്താന്ന് വെച്ചാൽ അത് കേട്ടിട്ട് എന്റെ കാര്യം പോലും ഞാൻ തീരുമാനിക്കത്തുള്ളൂ. അപ്പം ഈ സോഫ്റ്റ്വെയർ ഭയങ്കരമാ. കാരണം നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേറെ രാജ്യങ്ങളിൽ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒരു ഈ പവർ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവിടെ അത് ഏറ്റു പറയാൻ ആൾക്കാരുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് അവിടെ പ്രചരിപ്പിക്കാൻ ആൾക്കാരുണ്ട്. നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഓരോ രാജ്യത്തും സംവിധാനങ്ങളുണ്ട്. അത് എങ്ങനെയാണെന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇന്ത്യ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ഓടും.
ഇല്ലെങ്കിൽ ആ രാജ്യം സ്ട്രക്ക് ആവും. അത് പല രാജ്യങ്ങളിൽ നിന്ന് മനസ്സിലായി. ട്രൂഡോയുടെ കാര്യത്തിൽ നിന്ന് മനസ്സിലായി. ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവ് വന്നപ്പോൾ അദ്ദേഹം ട്രംപിനെ അല്ലെങ്കിൽ പറഞ്ഞു ട്രംപിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കത്തില്ല, അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനത്തിന് വേണ്ടി നമുക്ക് വലിയ വലിപ്പത്തിൽ ആളിനെ കൂട്ടി യോജിപ്പിക്കണം, അതിനുവേണ്ടി വോട്ട് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ പോകണമെന്നാ പറഞ്ഞത്. പക്ഷെ ഇന്നലെ ട്രൂഡോയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന CSIS ഇന്റലിജൻസ് മേധാവി അവിടുത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സാമൂഹ്യ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഇന്ത്യക്ക് ഇടപെടാൻ പറ്റും, ചൈനയ്ക്ക് ഇടപെടാൻ പറ്റും, അവർക്ക് ഇവിടെ സ്വാധീനം ചെലുത്താൻ പറ്റും, നാളെ കാലത്ത് ആരധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന കരുത്ത് അവർക്കുണ്ട്. ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് അതാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഒരുപക്ഷെ ഇവരന്വേഷിച്ചപ്പോ ഇപ്പൊ അവിടുത്തെ സിസ്റ്റം ഒക്കെ ഈ 10 കൊല്ലം കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാലോ, ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ ഈ ട്രൂഡോയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതൊരു ഏറെറിഞ്ഞിട്ടേക്കോ, നാളെ കാലത്ത് തോറ്റാൽ അതിനകത്ത് തോപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ നിന്നു. രണ്ടാമത് ജയിച്ചു വന്നാൽ ഈ ക്ലെയിം വെച്ചിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ പ്രാവശ്യം റഷ്യ പറഞ്ഞില്ലേ അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടു, നമ്മളിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ത്യ ഒന്ന് നാണം കെടുത്താം, അതും നടക്കും. പക്ഷേ അല്ലെങ്കിൽ ഈ രീതിയിൽ ഇടപെടുന്ന മറ്റൊരു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിലേക്ക് കടന്നു കയറുന്നതൊക്കെ തെറ്റാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ആ ഒരു രീതി ക്ലെയിം ചെയ്യാം. പിന്നെ ഒരുപക്ഷെ ഇത് വാസ്തവമായിരിക്കും. നമ്മൾ അങ്ങനെ രണ്ട് രീതിയിൽ നമ്മളങ്ങ് വിചാരിച്ചാൽ മതി, വാസ്തവമായിരിക്കും. അതിന് ഉദാഹരണമല്ലേ ട്രൂഡോ വെളിയിൽ പോയത്. കാരണം അവർക്ക് അവരന്വേഷിച്ചപ്പോൾ ഇപ്പൊ ഇന്ത്യ ചൈനയുടെ കാര്യത്തിനകത്ത് അവർ കൂടെ കൂട്ടി വെച്ചതാ, ചൈനയ്ക്ക് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ചൈനയ്ക്ക് ചിലതൊക്കെ നടക്കുന്നു. ഇന്ത്യക്ക് ഇതൊക്കെ സാധിക്കുമെന്ന് അവർക്ക് ബോധ്യമായി. കാരണം ഇന്റലിജൻസ് മേധാവിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പരസ്യമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന പാർട്ടി, ട്രൂഡോയുടെ പാർട്ടി വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് സാധ്യമാകുന്ന രീതിയിൽ നിന്നില്ലെങ്കിൽ അവിടുത്തെ ഖാലിസ്ഥാൻവാദി, കഴിഞ്ഞ പ്രാവശ്യം ഖാലിസ്ഥാൻവാദികളുടെ പാർട്ടിയുടെ ശക്തമായ പാർട്ടിയാണ്. ഈ ഖാലിസ്ഥാൻവാദം ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്കെതിരായിട്ട് നിൽക്കുന്നെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ എക്കണോമിക്കൽ ഗ്രോത്തും സംവിധാനങ്ങളും അവരുടെ അതിന്റെ കൂടെ ഹിന്ദു വോട്ടുണ്ട് അവിടെ. ഖാലിസ്ഥാൻവാദികളെ കഴിഞ്ഞ പ്രാവശ്യം 25 MP സൃഷ്ടിക്കുന്നതിന് സഹായിച്ചത് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയെ സഹായിച്ച ഹിന്ദു വോട്ട് കൂടാണ്. ഇപ്പൊ അങ്ങനെ പക്ഷെ ഇപ്പൊ ഹിന്ദു ഖാലിസ്ഥാൻ പ്രശ്നം അവിടെ. അപ്പൊ ഹിന്ദു വോട്ടുകൾ ആർക്ക് കിട്ടും എന്നുള്ളതിനെ പറ്റി തീരുമാനിക്കാൻ ഇന്ത്യക്ക് കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഖാലിസ്ഥാന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ പറ്റും. അത് ഇന്ത്യക്ക് പറ്റും. അതായത് ഇന്ത്യക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് വോട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ് കാനഡ. അത് ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കാൻ പറ്റും. അത് ഒരുപക്ഷെ ലിബറൽ പാർട്ടിക്ക് എതിരായിട്ട് വരാം എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം പറഞ്ഞത്, അറിയത്തില്ല. പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് തീരുമാനിക്കാൻ കഴിയുന്നത് പോലെ പ്രാപ്തമായിട്ടും ശക്തമായിട്ടും ഉള്ള ഒരു ഇന്ത്യയാണ്, അവരുടെ ജനാധിപത്യ സംവിധാനത്തിൽ സാമൂഹ്യ വ്യവസ്ഥയിലും ഒക്കെ ഇടപെടാൻ പറ്റുന്നു, അല്ലെങ്കിൽ അത് പറയാൻ ആളുള്ള ഒരു അവസ്ഥ ഇന്ന് കാനഡയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സോഫ്റ്റ് പവർ, നമ്മൾ യുദ്ധം ചെയ്യാനൊന്നും പോകുന്നില്ല, നമുക്കെതിരെ വരുന്ന രാജ്യങ്ങളുടെ അവസ്ഥ മാത്രം പരിശോധിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് പോലെ അമേരിക്ക ഉൾപ്പെടെ ഉള്ളത്, അമേരിക്കയുടെ മുമ്പ് നമ്മൾ ഒന്നും അല്ലെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ താരിഫ് എന്താ തീരുമാനിക്കാത്തത്? ബാക്കിയുള്ളടത്തെല്ലാം തിട്ടൂരം അടിച്ചും കൊടുത്തല്ലോ, നമ്മൾ സീലടിച്ചും കൊടുത്തല്ല ട്രംപ്. ഇന്ത്യയുടെ ഒരു പക്ഷെ അവർ തമ്മിലുള്ള ബന്ധം കൊണ്ടായിരിക്കും. പക്ഷെ ബന്ധം എന്ന് പറയുമ്പോഴും ഇന്ത്യക്ക് നരേന്ദ്രമോദി എത്ര വലുതാണോ അതുപോലെ വലുതാണ് ഈ ട്രംപിന് അമേരിക്ക. രാജ്യത്തെ കാര്യം വരുമ്പോൾ രണ്ടുപേരും രാജ്യ താല്പര്യം സംരക്ഷിച്ചിട്ട് സ്വന്തം താല്പര്യം പറയത്തുള്ളൂ. എന്നാലും ഇവിടുത്തെ താരിഫ് തീരുമാനിക്കുന്നതിനകത്ത് ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്കും വീണ്ടും ആലോചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, ലോകത്ത് ഇന്ന് അമേരിക്കയെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയോട് ആലോചിക്കാതെ ഇന്ത്യയുടെ ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എല്ലാ അർത്ഥത്തിലും വളർന്നിരിക്കുന്ന ഒരു രാജ്യം, അവരുടെയൊക്കെ പഠനത്തിനകത്തു നിന്ന് 2030 2050 ഒക്കെ ആവുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കാൻ പോകുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. അല്ല ചുമ്മാതല്ല, ഇവർക്കെല്ലാം രഹസ്യാന്വേഷണ സംവിധാനം അന്വേഷണ സംവിധാനം ഒക്കെ ഉണ്ട്, അതിനകത്തൊന്ന് മനസ്സിലാവുന്നതാ. അപ്പൊ ഇന്ത്യയെ മാറ്റി നിർത്തി ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ ഈ ലോക രാജ്യങ്ങളെല്ലാം വന്ന് കരാർ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ടില്ലേ, കഴിഞ്ഞ വിദേശ രാജ്യങ്ങളിൽ മൊത്തം വന്ന് ഇന്ത്യയുമായിട്ട് പല രീതിയിലുള്ള കരാറുകൾ ഒപ്പിടുന്ന, അല്ലെങ്കിൽ പ്രതിരോധ കരാർ, അല്ലെങ്കിൽ കയറ്റി ഇറക്കുമതി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കരാർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ ശക്തമാകുമെന്ന് അവർക്കറിയാം. അപ്പം ഇപ്പം നിൽക്കുന്ന സമയത്ത് കരാർ ഒപ്പിട്ടില്ലെങ്കിൽ നമ്മൾ കയറി അങ്ങ് മത്സരമൊക്കെ വന്ന്, അല്ലെങ്കിൽ നമുക്ക് നല്ല തടിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് കരാർ ഒപ്പിടണമെന്നൊക്കെ പറയും. പറഞ്ഞു തടിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അതേ രീതി വളർന്നു കഴിയുമ്പോൾ ഇപ്പൊ ഒപ്പിടുന്ന ആ ചിട്ടയിൽ അന്ന് കരാർ ഒപ്പിടാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ ശാലോട് മസിൽ പിടിക്കും. നമുക്ക് തന്നെ ബോധ്യമാവുമല്ലോ നമ്മൾ വലിയ വലിപ്പത്തിലായിരുന്നു.
അപ്പൊ കരാർ ഒപ്പിടണമെന്ന് നമ്മൾ നിബന്ധന കൂട്ടും. അപ്പൊ ഇപ്പോഴേ ദീർഘകാല അടിസ്ഥാനത്തിൽ കരാർ ഒപ്പിട്ട് വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവരുടെ എക്കണോമിക്കൽ ഗ്രോത്തിനും ഒക്കെ സഹായമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഞാൻ ഈ പറഞ്ഞു വന്നത് നാളത്തെ ഏപ്രിൽ 28-നാന്ന് തോന്നുന്നു അല്ലേ? ആണോ അവിടുത്തെ ഇലക്ഷൻ? ഏതായാലും ആ ഇലക്ഷൻ ഉടനെ തന്നെയുണ്ട്, ഒരു മാസത്തിനകത്തുണ്ട്. ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ആ ഇലക്ഷനകത്ത് അവിടെ ആര് വരണമെന്ന് തീരുമാനിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നാണ് അവിടുത്തെ ഇന്റലിജൻസ് മേധാവി പറഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ അതിനകത്തുള്ള അന്വേഷണത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും. അങ്ങനെ ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അഭിമാനിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ട്രൂഡോ വിറച്ചതുപോലെ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇപ്പം വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ത് തീരുമാനമെടുക്കും? ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കുമോ? സാധിക്കണമെങ്കിൽ ഇന്ത്യ തീരുമാനിക്കണം എന്ന ഒരു അവസ്ഥയിലേക്ക് കാനഡ പോലെയുള്ള ഒരു രാജ്യത്ത് 5 eyes എന്ന് പറയുന്ന വലിയ ഇന്റലിജൻസ് സംവിധാനമുള്ള 5 രാജ്യങ്ങൾ കൂടി ലോകത്തുള്ള കാര്യങ്ങളെല്ലാം തിരയുന്ന വലിയ ശക്തമായ അമേരിക്കയുടെ ഏറ്റവും താല്പര്യമുള്ള രാജ്യത്തിന് പോലും ഇന്ത്യ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നു അല്ലെങ്കിൽ തീരുമാനിക്കാൻ കഴിയുന്നു എന്ന രീതിയിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു. അതിനകത്ത് നമുക്ക് അഭിമാനിക്കാം. അതിനകത്ത് അവരൊരു ഈ പറയുന്ന പോലെ ഇന്ത്യ അങ്ങനെ തീരുമാനിക്കാമോ എന്നുള്ള ചോദ്യം കൂടി ലോകത്തിന്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.